തൃശ്ശൂർ എന്ന് പറയുന്നത് BJPക്ക് അത്യാവശ്യം സ്വാധീനമുള്ള ഒരു മണ്ഡലം തന്നെയാണ്. അവിടേക്ക് ഇപ്പോൾ മോദി കൂടി എത്തുകയാണ്. പ്രചാരണത്തിന്റെ ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് ഇപ്പോൾ കടക്കുകയാണ്. അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമായോ? മോദി എത്തുമ്പോൾ ഉണ്ടാകുന്ന തൃശ്ശൂരിന്റെ ഒരു മാറ്റം അതെങ്ങനെയായിരിക്കും? അനുശ്രീ, നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ റൗണ്ടിലാണ്. ഇവിടേക്കാണ് പ്രധാനമന്ത്രി എത്തുന്നത്. എന്തെങ്കിലും വലിയ തോതിലുള്ള പോലീസ് സേനയാണ് ഇവിടെ വിന്യസിച്ചിട്ടുള്ളത്. സജ്ജീകരണങ്ങളൊക്കെ നമുക്ക് ചുറ്റുമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. വലിയ സുരക്ഷാ സംവിധാനങ്ങളൊക്കെയാണ് പ്രധാനമന്ത്രി വരുന്നതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരിക്കുന്നത്. വൈകുന്നേരം 4:15 കൂടിയാണ് അദ്ദേഹം ഇവിടെ എത്തുക. പാലക്കാട് കഴിഞ്ഞ ശേഷമായിരിക്കും ഇവിടേക്ക് എത്തുക. എന്തായാലും ഇവിടെ എത്തിയ ശേഷമായിരിക്കും അദ്ദേഹം ആശുപത്രി റോഡിൽ നിന്നും 900 മീറ്റർ ദൂരത്താണ് വോട്ടർമാരെ അഭിസംബോധന ചെയ്യാൻ ഇറങ്ങുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും റോഡ് ഷോ കൂടി ഉണ്ടാകും. ആ ഒരു സാഹചര്യത്തിൽ തൃശ്ശൂരിന്റെ വലിയൊരു പൊളിറ്റിക്കൽ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട്, പ്രത്യേകിച്ചും ആദ്യമായി BJP വലിയ ഭൂരിപക്ഷത്തോടു കൂടി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിനെ പ്രതിനിധീകരിച്ച് എത്തുന്ന ഒരു സാഹചര്യം കൂടി ഉള്ളപ്പോൾ തൃശ്ശൂരിനെ സംബന്ധിച്ചിട്ട് BJPക്ക് വലിയ പ്രതീക്ഷയാണ് തൃശ്ശൂർ മണ്ഡലത്തെ സംബന്ധിച്ചിട്ടുള്ളത്. തൃശ്ശൂർ മണ്ഡലത്തിൽ BJPയുടെ വലിയ BJPയെ സ്വാധീന ശക്തിയാകുന്ന വോട്ട് ബാങ്കുകൾ ഉണ്ട് എന്നൊരു വിശ്വാസം കൂടി BJPക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമായും തൃശ്ശൂരിനെ അഭിസംബോധന ചെയ്യാൻ, തൃശ്ശൂരിലെ ജനങ്ങളെ, വോട്ടർമാരെ അഭിസംബോധന ചെയ്യാൻ പ്രധാനമന്ത്രി നേരിട്ടെത്തുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് ഇനി 11 ദിവസം മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ളത്. നിയമസഭയിലേക്ക് എത്തുക എന്നുള്ളത് BJPയുടെ ഒരു വലിയ ടാസ്കായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വലിയ പ്രതീക്ഷയാണ് തൃശ്ശൂരിനെ സംബന്ധിച്ചിട്ട്, തൃശ്ശൂരിലെ നിയമസഭാ മണ്ഡലങ്ങളെ സംബന്ധിച്ചിട്ടും BJPക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമായും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന, കേരളത്തിൽ പ്രത്യേകിച്ചും തൃശ്ശൂരിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളത്. എന്തായാലും നിരവധി പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ടായതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്ന എന്താണ് പ്രധാനമന്ത്രി കേരള ജനതയ്ക്ക് മുൻപിൽ മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെയായിരിക്കും, തെരഞ്ഞെടുപ്പ് പ്രചാരണ വാഗ്ദാനങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ പ്രധാനമായും കേരളം ഉറ്റുനോക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ. അത് മാത്രമല്ല, കേരളത്തിൽ ഇപ്പോൾ പല ഉയർന്നിരിക്കുന്ന ഡീൽസ് സഖ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പ്രധാനമന്ത്രി ഒരുപക്ഷെ മറുപടി പറഞ്ഞേക്കാം. വലിയ ആരോപണങ്ങൾ BJPയും CPMഉം BJPയും കോൺഗ്രസും തമ്മിൽ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അത്തരം ആരോപണങ്ങൾക്ക് കൂടി പ്രധാനമന്ത്രി മറുപടി പറഞ്ഞേക്കാം. എന്തായാലും എന്താണ് പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന രാഷ്ട്രീയം എന്താണ് എന്നുള്ള കാര്യത്തിൽ അങ്ങേയറ്റം സാഹോദര്യത്തോടെ നോക്കിയിരിക്കുകയാണ് കേരള ജനത എന്ന് വേണം പറയാൻ. പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ രാഷ്ട്രീയത്തിനുപരി പ്രധാനമന്ത്രിയെ കാണാൻ ഇവിടേക്ക് എത്തുന്ന ആളുകൾ ദൂരത്ത്, അതായത് നമ്മൾ കൊച്ചിയിലും കണ്ടത് വളരെ ദൂരത്ത് നിന്നത് പ്രവർത്തകരല്ലാതെ, അതായത് BJP പ്രവർത്തകരല്ലാതെ പോലും ഒരുപാട് ദൂരത്തു നിന്നും പ്രധാനമന്ത്രിയെ നേരിട്ട് കാണാം. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി എത്തുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. അതേ ജനനിബിഡത ഇവിടെ ഉണ്ടാകുമെന്ന് വേണം പ്രതീക്ഷിക്കാൻ. എന്തായാലും 4:15 കൂടിയാണ് അദ്ദേഹം ഇവിടെ എത്തുക. ഇവിടെ എത്തിയ ശേഷം ഈ പറഞ്ഞതുപോലെ ജല ഹോസ്പിറ്റലിന്റെ അടുത്തു നിന്നുമുള്ള 900 മീറ്റർ ആ ദൂരത്താണ് പ്രധാനമന്ത്രി വോട്ടർമാരെ അഭിസംബോധന ചെയ്യാൻ ഇറങ്ങുക. എന്തായാലും പ്രധാനമന്ത്രി എത്തുന്നത് വളരെ കൗതുകത്തോടെ കാത്തിരിക്കുകയാണ് തൃശ്ശൂർക്കാർ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തിന് ഇവിടേക്ക് ആനയിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും 4:15 കൂടിയാണ് പ്രധാനമന്ത്രി തൃശ്ശൂർ റൗണ്ടിൽ എത്തുക. സ്വരാജ് റൗണ്ടിൽ എത്തിയ ശേഷമായിരിക്കും തുടർന്നായിരിക്കും റോഡ് ഷോയിലേക്ക് കടക്കുക. അനുശ്രീ, ആജ്ഞ, ഈ സമയത്ത് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രഖ്യാപനങ്ങൾ, വാഗ്ദാനങ്ങൾ, അത് ആ ജനതയെ സ്വാധീനിക്കുന്നത് മറ്റൊരു രീതിയിലായിരിക്കും. അത്തരത്തിൽ എന്തെങ്കിലും പ്രഖ്യാപനങ്ങളോ വാഗ്ദാനങ്ങളോ ഉണ്ടാകുമോ? അത്തരത്തിൽ എന്തെങ്കിലും സൂചന ലഭിക്കുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അനുശ്രീ, ഏത് തരത്തിലുള്ള വാഗ്ദാനങ്ങളാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്, എന്താണ് തൃശ്ശൂരിലെ വോട്ടർമാർക്ക് മുന്നിൽ പ്രധാനമന്ത്രി വെക്കാൻ പോകുന്നത്, എന്ത് രാഷ്ട്രീയമാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അങ്ങേയറ്റം ആകാംക്ഷയോടെയാണ് കേരളം നോക്കിയിരിക്കുന്നതെന്ന് വേണം. പ്രത്യേകിച്ചും
നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 11 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. തൃശ്ശൂരിലെ ഗോപാലകൃഷ്ണൻ, വി ഗോപാലകൃഷ്ണന്റെ, ഗുരുവായൂരിലെ സ്ഥാനാർത്ഥി വി ഗോപാലകൃഷ്ണന്റെ മതവിദ്വേഷ പ്രസംഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ BJPയെ അത്യാവശ്യം ക്രൈസിസിലാക്കിയിരിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്താണ് പ്രധാനമന്ത്രിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്? ആ BJPയുടെ, അതായത് വി ഗോപാലകൃഷ്ണന്റെ പ്രതികരണത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെ, അതായത് BJP സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ ഒരു മതത്തെയും ഞങ്ങൾ തള്ളിപ്പറയില്ല എന്നുള്ള തരത്തിൽ, അത് വി ഗോപാലകൃഷ്ണൻ തള്ളിക്കൊണ്ട് തന്നെയായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷന്റെ മറുപടിയും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയും അത്തരം ക്രൈസിസുകൾ, അത്തരം ചില നിലപാടുകൾ BJP ക്രൈസിസിലാക്കിയിട്ടുണ്ട്. അതിനുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വ്യക്തത ഉണ്ടാകുന്ന തരത്തിലുള്ള മറുപടി ആയിരിക്കും പക്ഷേ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുക. എന്തായാലും രാഷ്ട്രീയ കേരളത്തിന് സോൾവ് ചെയ്യേണ്ടുന്ന കുറച്ച് ചോദ്യങ്ങൾ അല്ലെങ്കിൽ കുറെ പദ്ധതികൾ ഒക്കെ മുന്നോട്ട് വെച്ചിട്ടായിരിക്കും പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേരളത്തിൽ എത്തുന്നതും. എന്താണ് അദ്ദേഹം പറയാൻ പോകുന്നത്, എന്ത് പദ്ധതികളാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത്, അതായത് നിയമസഭയിൽ BJP എത്തിയാൽ എന്താണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത്, കേന്ദ്രം അതിനെ ഏത് തരത്തിലാണ് നോക്കിക്കാണുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഒരുപക്ഷെ വിശദീകരിച്ചേക്കാം. അത്തരം കാര്യങ്ങളോട് ഇനി എന്താണ് തൃശ്ശൂരിന് പ്രധാനമന്ത്രി നൽകുന്ന വാഗ്ദാനം എന്താണ്, കേരളത്തിന് പ്രധാനമന്ത്രി നൽകുന്ന വാഗ്ദാനം എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ചർച്ചയായേക്കാം. അതിനുള്ള മറുപടി കൂടി ആ പ്രതീക്ഷയ്ക്കുള്ള മറുപടി കൂടി പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചേക്കാം എന്നാണ്. എന്തായാലും കേരളം അങ്ങനെ ഒരു ആകാംക്ഷയോടുകൂടി തന്നെയാണ് കേരളം കാത്തിരിക്കുന്നത്. എന്തായാലും വൈകുന്നേരം 4:15 കൂടിയാണ് പ്രധാനമന്ത്രി തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ എത്തുക. അനുശ്രീ, കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.